അമ്മയുടെ അമ്മ സംഘടന പ്രതിനിധിയാണ് ശ്രീ വിനുമോഹൻ. എന്തെങ്കിലും ആശയക്കുഴപ്പമുണ്ടോ ഈ ഷൈനെതിരെ നടപടി സ്വീകരിക്കുന്നതിൽ? ഷൈനെതിരെ നടപടി സ്വീകരിക്കുന്നതിൽ എന്തെങ്കിലും തരത്തിലുള്ള ആശയക്കുഴപ്പമുണ്ടോ ഇപ്പോൾ? അല്ല, നടപടി സ്വീകരിക്കുന്നതിൽ ആശയക്കുഴപ്പമില്ല. നമുക്ക് ഈ ആദ്യം ഒരു വിശദീകരണം കിട്ടണമല്ലോ. ഇതിനൊരു പ്രൊസീജിയർ ഉണ്ടല്ലോ, ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിന് ഒരു പ്രൊസീജിയർ ഉണ്ട്. അപ്പം നമ്മളിപ്പോൾ വിശദീകരണം ചോദിച്ചിട്ടുണ്ട്. ഷൈനെ റീച്ച് ചെയ്യാൻ നമുക്ക് കിട്ടിയിട്ടില്ല, ഫോണിൽ അങ്ങനെ ഒരു അവൈലബിൾ ആയിട്ട് കിട്ടിയിട്ടില്ല, സംസാരിക്കാനോ കഴിഞ്ഞിട്ടില്ല. സോ ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് വരുന്നത്. ആ ഒരു വിശദീകരണത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഷൈന്റെ വിശദീകരണം കിട്ടിയതിന് ശേഷം മാത്രമേ എന്തെങ്കിലും നടപടിയിലേക്ക് അമ്മ കടക്കൂ അല്ലേ? അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു വിശദീകരണം കിട്ടണമല്ലോ. നമുക്കിപ്പോ ഒരു കാര്യം വിൻസിയോട് നമ്മൾ സംസാരിച്ചിരുന്നു, കാര്യങ്ങൾ എല്ലാം സംസാരിച്ചിരുന്നു. അതേപോലെ നമുക്ക് അപ്പുറത്തെ സൈഡിൽ നിന്നുള്ള വിശദീകരണം, ആ ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ നമ്മളൊരു വിശദീകരണം ചോദിച്ചിട്ടുണ്ട്. ആ വിശദീകരണം വന്നിട്ടില്ല. അത് കിട്ടുവാണെങ്കിൽ അതനുസരിച്ചിട്ടായിരിക്കും നമ്മളൊരു അടുത്ത എന്താണ് ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കേണ്ടത്. അതല്ലെങ്കിൽ അത് തരുന്നില്ലെങ്കിൽ അതനുസരിച്ചുള്ള റിപ്പോർട്ടായിരിക്കും നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മളൊരു ടൈം വെയിറ്റ് ചെയ്യുന്നത്. വിനു, പ്രശ്നം ഈ ഷൈനെ ഫോണിൽ വിളിച്ചിരുന്നു, അപ്പോൾ ഫോൺ എടുക്കുന്നില്ല എന്നുള്ളതാണോ? നമ്മളിപ്പോ സംസാരിച്ചിട്ട് നമുക്ക് ഫോണിൽ റീച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എന്തെങ്കിലും പർട്ടിക്കുലർ ടൈം കൊടുക്കുന്നോ? എങ്ങനെയാണ് ഷൈന് ഒരു വിശദീകരണം നൽകാൻ അങ്ങനെ എന്തെങ്കിലും സംഘടന തീരുമാനിച്ചിട്ടുണ്ടോ? നമ്മൾ അങ്ങനെ ഒരു ടൈം പീരീഡ് എന്നല്ല, പക്ഷെ എന്തായാലും ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു കുറച്ച് ടൈം നമുക്ക് കൊടുക്കുമല്ലോ. യൂഷ്വലി ഏതൊരു കാര്യത്തിനായാലും നമ്മളൊരു ടൈം പീരീഡിനകത്ത് നമ്മൾ ചെയ്യണം എന്നുണ്ട്. അപ്പം ഇതെന്തായാലും ഈ ഒരു അടുത്ത സാറ്റർഡേ സൺഡേ കഴിഞ്ഞ ഒരു അടുത്ത തിങ്കളാഴ്ച കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അതിനൊരു കൃത്യമായിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് പോകാമെന്നാണ് വിചാരിക്കുന്നത്. ആ വിശദീകരണം കിട്ടും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ വിൻസിയുടെ ഭാഗത്ത് നിന്ന് കൃത്യമായ കാര്യങ്ങൾ സംഘടനയ്ക്ക് വ്യക്തമായിട്ടുണ്ടോ? വിൻസിയുടെ ഭാഗത്ത്, കാരണം വിൻസി നമ്മുടെ മെമ്പർ അല്ല, നമ്മുടെ അമ്മ അസോസിയേഷന്റെ മെമ്പർ അല്ല. പക്ഷേ എങ്കിൽ പോലും ഈ ഒരു സിറ്റുവേഷൻ നമ്മൾ ആ ഒരു കുട്ടിയുടെ കൂടെയാണ്. നമ്മൾ അതിന്റെ കാര്യങ്ങൾ കൃത്യമായി ചോദിച്ചിട്ടുണ്ട്, ഒരു റിട്ടേൺ പരാതി തന്നിട്ടുണ്ട്. അതിൽ വിൻസി പറഞ്ഞിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഉണ്ട്. അതായത് ചില കാര്യങ്ങൾ നമ്മളൊരു കൃത്യമായിട്ട് അവർ ആവശ്യപ്പെട്ട കാര്യങ്ങൾ അതേ രീതിയിൽ തന്നെയാണ് നമ്മൾ ആ പരാതിയുടെ മുമ്പോട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതും. ആ തരത്തിൽ, കാരണം അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിന്റെ കാര്യങ്ങളും പേരും അത് കാര്യം പുറത്തുവിടാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ പറഞ്ഞിട്ടില്ല. അതേപോലെ തന്നെയാണ് ഇതിന് കൃത്യമായിട്ടുള്ള വിശദീകരണം നമ്മൾ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നും കിട്ടണം എന്നുണ്ട്. അപ്പൊ അത് കിട്ടിയിട്ട് വേണം ഇനി വിൻസൻ നമുക്ക് സംസാരിക്കാനുള്ളതും ഇതിന്റെ ബാക്കി കാര്യങ്ങൾ. പിന്നെ ഇതിന് നിയമപരമായിട്ട് പോകാനൊന്നും അവർക്ക് താല്പര്യമില്ല എന്ന് അവർ ഓൾറെഡി പറഞ്ഞിട്ടുമുണ്ട്. അപ്പം ഇതിൽ എങ്ങനെയാണ് ഇതിന്റെ ബാക്കിയുള്ള നടപടിക്രമം എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് ഒരു നിയമപരമായിട്ടുള്ള ഒരു ഉപദേശം കിട്ടിയാലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. വിനു, ഇതിന്റെ ഞാൻ ചോദിക്കുന്നത്, ഈ അമ്മയുടെ ചട്ടം അനുസരിച്ച് ഈ നടി എന്ന വിൻസി എന്ന് പറയുന്ന ആൾ മെമ്പർ അല്ല, പക്ഷേ ഷൈൻ മെമ്പറാണ്. അങ്ങനെ മെമ്പർ അല്ലാത്ത ഒരാൾ ഇത്തരത്തിലൊരു പരാതി ഒരു അംഗത്തിനെതിരെ നൽകുമ്പോൾ എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ ആ ഒരു പരാതിക്ക്? അല്ല, ഇത് നമ്മൾ അങ്ങോട്ടാണ് വിളിച്ചിരുന്നത്. ഈ ഒരു ഇഷ്യൂ നമ്മൾ മാധ്യമങ്ങളിലൂടെ അറിയുകയും അതിനുശേഷം നമ്മളെല്ലാവരും വിൻസിയോട് സംസാരിച്ചിരുന്നു. അതൊരു മെമ്പർ എന്ന രീതിയിലല്ല, ഒരു സഹപ്രവർത്തക എന്ന രീതിയിൽ തന്നെയാണ് നമ്മളെല്ലാവരും സംസാരിച്ചിട്ടുള്ളത്. നമ്മളൊരു മെമ്പർ ആകണോ അല്ല മെമ്പർ അല്ല എന്നൊന്നും അപ്പോൾ ചിന്തിച്ചിട്ടില്ല. അപ്പൊ ഈ തരത്തിലാണ് നമ്മൾ സംസാരിച്ചു. അവരുടെ ഒരു വിഷമം കേൾക്കുകയും അവർക്കുണ്ടായിട്ടുള്ള ഒരു അനുഭവം അവർ പങ്കുവെക്കുകയും അവരത് റിട്ടേൺ ആയിട്ട് കംപ്ലൈന്റ് തരാം എന്ന് പറയുകയും ചെയ്തപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള വിശദീകരണം നമ്മൾ ചോദിക്കുന്നു. നമ്മൾ ചോദിക്കാൻ വേണ്ടി നമ്മൾ ഒരു സംഘടന എന്ന രീതിയിൽ നമ്മളത് ചോദിക്കേണ്ടത് ഉത്തരവാദിത്വമാണ്. അത് കൃത്യമായി നമ്മൾ ചോദിക്കുന്നുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് ഒരു 3 അംഗ സമിതി നമ്മൾ നമ്മുടെ അഡോക് കമ്മിറ്റി രൂപീകരിച്ചത്. അതനുസരിച്ച് നമ്മൾ ചോദിച്ചു റീച്ച് ചെയ്യാൻ, പക്ഷേ നമുക്ക് സാധിച്ചിട്ടില്ല ഇതുവരെ. ആ ഒരു അതിലൊരു റെസ്പോൺസ് കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതനുസരിച്ചായിരിക്കും നമ്മളൊരു റിപ്പോർട്ട് നമുക്ക് കമ്മിറ്റിയിൽ വെക്കാൻ പറ്റുക. പിന്നെ നമുക്കൊരു അഡോക് കമ്മിറ്റിയാണ്. ഇപ്പം അമ്മയെ സംബന്ധിച്ച് ഒരു പൂർണ്ണ അധികാരമുള്ള ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി അല്ല, ഒരു അഡോക് കമ്മിറ്റിയാണ്. സോ അതുകൊണ്ട് തന്നെ അടുത്തൊരു ജനറൽ ബോഡിയിൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും വലിയ തീരുമാനങ്ങളിലേക്ക് പോകാൻ അല്ലെങ്കിൽ ആ തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഒരു ജനറൽ ബോഡിക്ക് സാധിക്കുള്ളൂ. എന്നാണ് ഇനി ജനറൽ ബോഡി വിനു? ജൂണിലാണ്. നമ്മുടെ എല്ലാ പ്രാവശ്യം പോലെ ജൂണിൽ തന്നെയാണ്. ജൂണിലാണ്. ഈ വിൻസി എന്ന സഹപ്രവർത്തകയോട് സംസാരിച്ചതിൽ നിന്ന് ഈ പരാതിയുടെ ഒരു ഗൗരവം സ്വാഭാവികമായും സംഘടനയുള്ളവർക്ക് ബോധ്യപ്പെട്ട് കാണുമല്ലോ അല്ലേ? ഇത് അവർക്കുണ്ടായ അനുഭവങ്ങൾ അവർ കൃത്യമായി നമ്മളോട് സംസാരിച്ചിട്ടുണ്ട്, നമ്മളോട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതനുസരിച്ച് അവരൊരു പരാതി തന്നിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല, അവർക്ക് വേറെ രീതിയിൽ ഇതിന് വേറെ ഒരു നിയമപരമായിട്ടോ മറ്റു കാര്യങ്ങൾക്കോ ഒന്നും പരാതിയുമായി പോകാനോ കാര്യങ്ങളോ ഒന്നും താല്പര്യമില്ല എന്ന് അവർ തന്നെ മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുമുണ്ട്. നമ്മളോടും അങ്ങനെ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഇതിന്റെ ആ തരത്തിലുള്ളൊരു കാര്യങ്ങളാണ് നമ്മളുടെ സംഘടനയ്ക്കകത്തുള്ള എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുക, അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നന്ദി. വിനു മോഹനാണ് ചേർന്നത്. ഏതായാലും നടപടി ഇന്നുണ്ടാവില്ല, ഒരുപക്ഷെ നാളെയും ഉണ്ടാകില്ല. കാരണം ഇവർക്കുള്ള പ്രതിസന്ധി എന്ന് പറയുന്നത് ഈ മഹാനടനെ എന്ന് വിളിച്ചാൽ ഫോണിൽ കിട്ടണം. ഇവർ സഹപ്രവർത്തകർക്ക് പോലും, ഇത്രയും നാൾ സിനിമയിൽ ഒപ്പം അഭിനയിച്ചിരുന്നവർക്ക് പോലും ഒരു തരത്തിലും
ഇയാളെ ഫോണിൽ കിട്ടാത്തൊരു സാഹചര്യമുണ്ട്. അത് ഈ സംഘടനയ്ക്ക് പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട്. അയാളുടെ വിശദീകരണം കൂടി കേട്ട ശേഷം മാത്രമാകും നടപടി എന്നാണ് ഇപ്പോൾ അമ്മ എന്ന സംഘടന തീരുമാനിച്ചിരിക്കുന്നത് എന്നാണ് മനസ്സിലാകുന്നത്.